Do you use your mobile phone just before sleeping? We need to discuss. ക്ലിനിക്കിലേക്ക് സ്വാഗതം. ഇരിക്കൂ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. രാത്രി ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗം നാഡീവ്യൂഹത്തെ, അതായത് നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണിത്. ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോണുകൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്നത് തീർത്തും അസാധ്യമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഫോൺ പൂർണ്ണമായും വലിച്ചെറിയാനല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഇത് നമ്മുടെ തലച്ചോറിനെ കൃത്യമായി എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ശരി, നമുക്കിതിലേക്ക് കടക്കാം. വളരെ ലളിതമായൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. രാത്രി കണ്ണടച്ച് ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് നിങ്ങൾ അവസാനമായി ചെയ്യുന്ന കാര്യം എന്താണ്? മനസ്സിൽ സത്യസന്ധമായൊരു ഉത്തരം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അത് ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്നതാകാം, വാർത്തകൾ വായിക്കുന്നതാകാം, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോകൾ കാണുന്നതാകാം, അല്ലേ? സത്യം പറഞ്ഞാല് ഇതിലൊട്ടും നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം കണക്കുകൾ പറയുന്നത് 10ൽ 9 പേരും ഉറങ്ങുന്നതിനു മുമ്പ് അവസാനമായി ചെയ്യുന്നത് അവരുടെ മൊബൈൽ സ്ക്രീനിൽ നോക്കുകയാണെന്നാണ്. ഇത് ഇന്നത്തെ ആധുനിക ലോകത്തെല്ലാവർക്കും സംഭവിക്കുന്ന തികച്ചും സ്വാഭാവികമായ ഒരു ശീലമാണ്. എന്നാലും ഈ ഒരു ശീലം നമ്മുടെ തലച്ചോറിന് എത്ര വലിയൊരു ഭാരമാണ് നൽകുന്നതെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. പ്രത്യേകിച്ച് മൈഗ്രെയിനോ അപസ്മാരമോ പോലുള്ള ബുദ്ധിമുട്ടുകളുള്ളവരിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഇത് ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ മനുഷ്യന്റെ പരിണാമത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു അവസ്ഥ? ഇരുട്ടാകുമ്പോൾ മനുഷ്യൻ ഉറങ്ങാൻ തുടങ്ങും. ലൈറ്റുകളോ ഫോണുകളോ ഇല്ലാതിരുന്ന ആ കാലത്ത് ഇരുട്ട് എന്ന് വെച്ചാൽ ഉറങ്ങാനുള്ള സമയമാണ് എന്ന് നമ്മുടെ ശരീരം വളരെ കൃത്യമായി പഠിച്ചു വച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നെന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കൂ. രാത്രി 11 മണിക്കും നമ്മുടെ മൊബൈൽ സ്ക്രീനുകളിൽ നിന്നുള്ള ആ തിളക്കമുള്ള വെളിച്ചം, പ്രത്യേകിച്ച് അതിലെ ബ്ലൂ ലൈറ്റ്, നമ്മുടെ കണ്ണുകളിലേക്ക് നേരെ അടിക്കുകയാണ്. ഇത് ശരിക്കും നമ്മുടെ തലച്ചോറിനെ കബളിപ്പിക്കുകയാണ്. ഇപ്പോൾ മട്ടുച്ചയാണ്, പകലാണ് എന്നാണ് തലച്ചോറ് വിചാരിക്കുന്നത്. ചുരുക്കത്തിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ രൂപപ്പെട്ട നമ്മുടെ ഉറക്ക ഉണർവ് ചക്രത്തെ ഈ വെളിച്ചം പൂർണ്ണമായും തകിടം മറിക്കുന്നു. ഇനി ഇവിടെ വളരെ രസകരമായൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ തലച്ചോറിലെ പീനിയൽ ഗ്രന്ഥി എന്ന ചെറിയൊരു ഭാഗത്തെക്കുറിച്ചാണിത്. നമ്മുടെ ശരീരത്തിന്റെ സർക്കാഡിയൻ റിഥം, അതായത് 24 മണിക്കൂർ ഉറക്ക ഉണർവ് ചക്രം കൃത്യമായി നിയന്ത്രിക്കുന്നത് ഈ ചെറിയ ഗ്രന്ഥിയാണ്. നമ്മുടെ കണ്ണുകളിലേക്ക് വെളിച്ചം വരുമ്പോൾ ഈ ഗ്രന്ഥി അതിനോട് പ്രതികരിക്കും. വെളിച്ചം കുറയുകയും പൂർണ്ണമായും ഇരുട്ട് വ്യാപിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇത് അതിൻ്റേതായ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയുള്ളൂ. ഈ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് മെലറ്റോണിൻ. ഇരുട്ടിൽ മാത്രമേ ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ. ഇത് വെറുമൊരു ഉറക്ക ഹോർമോൺ മാത്രമല്ല കേട്ടോ, മറിച്ച് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പ്രധാന ഘടകം കൂടിയാണ്. ഈ മെലറ്റോണിൻ കൃത്യമായി ഉണ്ടായാൽ മാത്രമേ നമുക്ക് നല്ല ആഴത്തിലുള്ള ഉറക്കം ലഭിക്കുകയുള്ളൂ. എന്നാൽ നമ്മൾ രാത്രി വൈകി ഫോണിൽ നോക്കുമ്പോൾ ആ വെളിച്ചം മെലറ്റോണിന്റെ ഉൽപ്പാദനത്തെ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യുന്നു. ഇതോടെ ശാന്തമാകേണ്ട തലച്ചോറ് കൂടുതൽ ഉത്തേജിപ്പിക്കപ്പെടുകയും അമിതമായ ഉണർവിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ തലച്ചോറിനെ, പ്രത്യേകിച്ചും ചില രോഗാവസ്ഥകളിൽ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്നതുപോലെ ഒരു മൈഗ്രെയിൻ രോഗിയുടെ തലച്ചോർ എന്ന് പറയുന്നത് മാറ്റങ്ങളോട് വളരെ വേഗത്തിൽ പ്രതികരിക്കുന്ന, വളരെ സൂക്ഷ്മത ആവശ്യമുള്ള ഒരു അവസ്ഥയിലാണ്. ഒരു മൈഗ്രെയിൻ തലച്ചോറിന് കൃത്യമായ ദിനചര്യകളും പൂർണ്ണമായ ഉറക്കവും അത്യന്താപേക്ഷിതമാണ്. അതിലെന്തെങ്കിലും മാറ്റം വന്നാൽ അത് പെട്ടെന്ന് അസ്വസ്ഥമാകും. അപ്പോൾ ഒരു മൈഗ്രെയിൻ രോഗി രാത്രി വൈകി ഇരുട്ടിൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കം നഷ്ടപ്പെടുന്നു. നമ്മൾ ഉറങ്ങുമ്പോഴാണ് തലച്ചോറ് അതിലെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്ത് സ്വയം വൃത്തിയാക്കുന്നത്. ഉറക്കമില്ലായ്മ കാരണം ഈ പ്രക്രിയ തടസ്സപ്പെടുന്നു. 2, ഇരുട്ടിൽ ആ ചെറിയ അക്ഷരങ്ങൾ വായിക്കുന്നത് കണ്ണുകൾക്കും തലച്ചോറിലെ വിഷ്വൽ കോർട്ടെക്സിനും വലിയ ആയാസമുണ്ടാക്കുന്നു. 3-മത്തെ കാര്യം, കൂരിരുട്ടിൽ ഫോണിലെ തിളക്കമുള്ള വെളിച്ചത്തിലേക്ക് നോക്കുന്നത് ഉയർന്ന കോൺട്രാസ്റ്റ് ഉണ്ടാക്കുകയും അത് കണ്ണുകളെ വല്ലാതെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ പിറ്റേ ദിവസം കടുത്ത തലവേദനയും വെളിച്ചത്തോടുള്ള അസഹിഷ്ണുതയും ഉണ്ടാകാനുള്ള ഒരു അനുകൂല സാഹചര്യം ഇത് സൃഷ്ടിക്കുന്നു. അപസ്മാരവും ഫിറ്റ്സ് വരാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ ക്ഷീണിച്ച തലച്ചോറിന്റെ അപകടങ്ങൾ. മൈഗ്രെയിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപസ്മാരം അഥവാ എപ്പിലെപ്സി. ക്ഷീണിച്ച മസ്തിഷ്കം ഇവിടെ വളരെ അസ്ഥിരമായ, അപകടസാധ്യതയുള്ള ഒരവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. ഒരു ന്യൂറോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്.
ഉറക്കമില്ലായ്മ മൂലം ക്ഷീണിച്ച തലച്ചോർ എന്ന് പറയുന്നത് വലിയൊരു റിസ്ക്കാണ്. അപസ്മാര രോഗികളിൽ ഫിറ്റ്സ് വരാനുള്ള ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന് ഇതാണ്. രാത്രിയിലെ സ്ക്രോളിംഗ് ഉറക്കത്തെ തകർക്കുന്നു എന്നത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിലെ റീൽസ് പോലെയുള്ള ചെറിയ വീഡിയോകൾ അതിലേറെ അപകടകരമാണ്. വളരെ വേഗത്തിൽ മാറുന്ന ദൃശ്യങ്ങളും മിന്നുന്ന നിറങ്ങളുമടങ്ങിയ ഇത്തരം വീഡിയോകൾ കൂരിരുട്ടിൽ കാണുമ്പോൾ അത് തലച്ചോറിൽ അസാധാരണമായ വൈദ്യുത തരംഗങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നു. തലച്ചോർ നേരത്തെ തന്നെ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഇതൊരു വലിയ ട്രിഗറായി മാറുകയും ഫിറ്റ്സ് വരാനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് ശരിക്കും ഈ രണ്ട് വ്യത്യസ്ത രോഗങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് വളരെ കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. മൈഗ്രെയിൻ രോഗികൾക്ക് കടുത്ത തലവേദനയും വിഷ്വൽ കോർട്ടെക്സിന്റെ അമിതമായ ഉത്തേജനവുമാണ് പ്രധാന പ്രശ്നമെങ്കിൽ, അപസ്മാര രോഗികളിൽ അത് അസാധാരണമായ വൈദ്യുത തരംഗങ്ങൾക്കും അതുവഴി ഫിറ്റ്സിനുമുള്ള സാധ്യതയാണ് വർദ്ധിപ്പിക്കുന്നത്. പക്ഷേ ഈ രണ്ടിന്റെയും അടിസ്ഥാന കാരണം ഒന്നുതന്നെയാണ്: നമ്മുടെ കണ്ണുകളിലേക്കുള്ള ആ ഉയർന്ന കോൺട്രാസ്റ്റ് വെളിച്ചവും വേഗത്തിലുള്ള ദൃശ്യങ്ങളും പിന്നെ അതുമൂലമുണ്ടാകുന്ന ഉറക്കമില്ലായ്മയും. ഇനി ഈ വലിയ അസുഖങ്ങൾ മാത്രമല്ലട്ടോ, നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന മറ്റൊരു വലിയ കാര്യമുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ആ ഒരു തരം മരവിപ്പും ഓർമ്മക്കുറവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനെ നമ്മൾ ബ്രെയിൻ ഫോഗ് എന്ന് വിളിക്കും. ശരിയായ മെലറ്റോണിനും ആഴത്തിലുള്ള ഉറക്കവും ഇല്ലാത്തതുകൊണ്ട് തലച്ചോറിന് അതിന്റെ മെറ്റബോളിക് മാലിന്യങ്ങൾ വൃത്തിയാക്കാൻ സാധിക്കുന്നില്ല. ഇത് പിറ്റേ ദിവസം പുതിയ കാര്യങ്ങൾ പഠിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമുള്ള നമ്മുടെ കഴിവിനെ സാരമായി ബാധിക്കുന്നു. അപ്പോൾ എന്താണിതിനൊരു പരിഹാരം? നേരത്തെ പറഞ്ഞതുപോലെ ഫോൺ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ നമുക്ക് വളരെ ലളിതമായ ചില ചിട്ടകൾ കൊണ്ടുവരാം. ഒന്നാമതായി, ഉറങ്ങുന്നതിന് വെറും 30 മിനിറ്റ് മുമ്പ് സ്ക്രീനുകൾ ഓഫ് ചെയ്യുക. രണ്ടാമതായി, എന്തെങ്കിലും അത്യാവശ്യത്തിന് ഫോൺ നോക്കണമെങ്കിൽ തന്നെ കൂരിരുട്ടിൽ ഒരിക്കലും തിളക്കമുള്ള സ്ക്രീനിലേക്ക് നോക്കരുത്. മുറിയിൽ ചെറിയൊരു വെളിച്ചമെങ്കിലും നിലനിർത്തുക. മൂന്നാമതായി, ഉറങ്ങാൻ എന്തെങ്കിലും കേൾക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒഴിവാക്കി ശാന്തമായ പാട്ടുകളോ പോഡ്കാസ്റ്റുകളോ കേൾക്കുക. ഏറ്റവും അവസാനമായി, ഫോൺ ചാർജ് ചെയ്യാൻ വെക്കുന്നത് കിടക്കയിൽ നിന്നും മാറി അല്പം ദൂരെയാക്കുക. ഇത് വെറുതെ അതെടുത്ത് സ്ക്രോൾ ചെയ്യാനുള്ള ആ ഒരു പ്രവണതയെ കുറയ്ക്കും. നമ്മൾ ഈ വിശദീകരണത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. നിങ്ങളുടെ തലച്ചോറിന് സ്വയം സുഖപ്പെടുത്താനും പ്രതിരോധം തീർക്കാനും വിശ്രമം ആവശ്യമാണ്. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പുള്ള ആ അവസാനത്തെ 30 മിനിറ്റ് ഫോണിൽ കളയാതെ നിങ്ങളുടെ തലച്ചോറിന്റെ ആരോഗ്യത്തിനുള്ള ഒരു മരുന്നായി തന്നെ കണക്കാക്കുക. ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. തീർച്ചയായും നിങ്ങളുടെ ലക്ഷണങ്ങളിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, പിറ്റേ ദിവസത്തെ നിങ്ങളുടെ തലച്ചോറിന്റെ സ്വസ്ഥതയും ആരോഗ്യവും ഇല്ലാതാക്കാൻ മാത്രം പ്രധാനപ്പെട്ടതാണോ ആ അവസാനത്തെ 30 മിനിറ്റ്? തീർച്ചയായുമല്ല, അല്ലേ? ഈ വിവരങ്ങൾ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.